നമസ്കാരം. 2024-25 കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സക്സസ് തന്ന സിനിമയുടെ സൈദ്ധാന്തിക തലം അത് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. കാണികളെ മുൻമുനയിൽ നിർത്തിക്കൊണ്ട് സിനിമ പുരോഗമിക്കുന്നത് ഈ സിനിമകളുടെ പ്രത്യേകത തന്നെയാണ്. അത്തരത്തിലുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇൻവെസ്റ്റിഗേഷനിൽ മാറ്റുകൂടുന്ന അഭിനയ മുഹൂർത്തം കൂടി ആകുമ്പോൾ നല്ല ആസ്വാദികരമായി മാറുന്നു. എടുത്തു പറയേണ്ടത് ബിജിഎത്തിന്റെ ക്വാളിറ്റി തന്നെയാണ്. ഇത് പൂർണ്ണമായി ആസ്വദിക്കണമെങ്കിൽ തിയേറ്റർ എഫക്ട് മസ്റ്റ് ആണ്. നമുക്ക് ഈ സിനിമയെ ഒന്ന് ഡിസെക്ട് ചെയ്ത് നോക്കാം. മുന്നോട്ടുള്ള വീഡിയോ വാച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ സ്പോയിലർ ഉണ്ടാകുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഒരു റൂഡായ പോലീസ് ഓഫീസറിന്റെ, അതായത് കുഞ്ചാക്കോ ബോബന്റെ എൻട്രിയോട് കൂടെ സിനിമ പുരോഗമിക്കുകയാണ്. കഥയുടെ മെയിൻ കോർ വരികയാണ്. അദ്ദേഹത്തിന്റെ പരുഷമായ പ്രകടനം നമുക്കൊരു ആദ്യം നെറ്റിച്ചുളിക്കുന്ന ഒരു അനുഭവം തരുന്നുവെങ്കിലും പിന്നീട് അത് ക്യാരക്ടറിന് അനുയോജ്യമായി മാറുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. തന്റെ മകളുടെ മരണത്തിന് ഉത്തരവാദിയായ സമനിലയിൽ ഉലച്ചിലുള്ള ഒരു പോലീസ് ഓഫീസറാണ് കുഞ്ചാക്കോ ബോബൻ. നിലവിലുള്ള കുടുംബാന്തരീക്ഷം അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കഥ പുരോഗമിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഭാര്യയിൽ നിന്നും മകളുടെ മരണത്തിന് ഉത്തരവാദി താനാണെന്ന് തിരിച്ചറിയുന്ന കുഞ്ചാക്കോ ആകെ തകർന്നു പോകുന്നു. ശേഷം സ്റ്റേബിളായ മൈൻഡോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസറായി കുഞ്ചാക്കോ മാറുന്നു. കുഞ്ചാക്കോയുടെ ഭാര്യയായി അഭിനയിക്കുന്നത് പ്രിയാമണിയാണ്. പ്രിയാമണി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. കിട്ടിയ സീൻസ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കുഞ്ചാക്കോ ബോബൻ DYSP റാങ്കിലായിരുന്നു. ഒരു ഇഷ്യൂ കാരണം പ്രൊമോട്ട് ചെയ്ത് CI റാങ്കിലോട്ട് എത്തിച്ചേർന്ന അയാളുടെ അപകർഷതാബോധവും എല്ലാം നമുക്ക് ഇതിനകത്ത് വെളിവാകുന്നു. DYSP റാങ്കിലുള്ള തന്റെ സുഹൃത്ത് മാക്സിമം അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പല ഘട്ടങ്ങളിലും ശ്രമിക്കുന്നുണ്ട്. കുഞ്ചാക്കോ ആയിട്ട് ഇയാളെ മാക്സിമം അവോയ്ഡ് ചെയ്യാനും മാക്സിമം വെറുപ്പിക്കാൻ ശ്രമിക്കുന്നു. പ്രോൺസും കോൺസും നോക്കുകയാണെങ്കിൽ പ്രോൺസിൽ നല്ല ആശയം, അഭിനയ നിലവാരം വളരെ വലുതാണ്. അതുപോലെ തന്നെ ബിജിഎത്തിന്റെ ക്വാളിറ്റി വളരെ വളരെ മികച്ചതായിരുന്നു. ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർവെല്ലിന്റെ എൻഡിൽ നമുക്ക് ഭയങ്കര നല്ലൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ തരുന്ന ഒരു ക്യാരക്ടർ, ഒരു ഇൻട്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ ഒരു വില്ലന്റെ ഇൻട്രൊഡക്ഷനാണ്. ആ ഒരു ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ നല്ലൊരു പഞ്ചിങ് ആയിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് നമുക്ക് അവിടെ തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഏതൊരു പ്രേക്ഷകർ ആഗ്രഹിക്കും പോലെ തന്നെ ജസ്റ്റിസ് സെർവ്ഡ് എന്നൊരു ഫീലിംഗ് തരാനായിട്ട് സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അടുത്ത് ഇനി കോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രഗ് ഓവർഡോസായി മരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും പ്രകടനം ഒരേപോലെയാണ്. അതെന്ന് വെച്ചാൽ ഒരാളുടെ മൂക്കിൽ നിന്ന് ചോര വരുമെങ്കിൽ ആ ചോര ഇങ്ങനെ തൊട്ടിട്ട് ചോരയാണോ എന്ന് നോക്കുന്ന ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ ഇങ്ങനെ ആര് മരിച്ചാലും നീ മരിക്കാൻ പോവുകയാണല്ലോ, ഇങ്ങനെ ആ ഒരു ഫീൽ തരുന്ന ഒരു അഭിനയം അത് വളരെ വിരസമായിട്ട് തോന്നി. അത് വളരെ മോശമായിട്ട് തന്നെ തോന്നി. അതുപോലെ തന്നെ ഈ കഥ എന്ന് വെച്ചാൽ നടക്കുന്നത് ഒരു ബസ് യാത്രയിൽ നടക്കുന്ന ഒരു കഥയാണ്. 3 ആൾക്കാർ, കരിയറായിട്ടുള്ള ആൾക്കാർ ഈ ഡ്രഗ് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു അമ്മ ഇതിനെ കാണുന്നു. അമ്മ കണ്ട് അവിടെ ഒരു ചെറിയൊരു ലഹള ഉണ്ടാക്കുന്നു. അതിനുശേഷം കണ്ടക്ടറിനെ വിളിക്കുന്നു. കണ്ടക്ടർ പോലീസിനെ വിളിക്കുന്നു. ഈ ഉള്ള ആൾക്കാരിൽ നിന്ന് ഈ ത്രെഡ് ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ബസ് യാത്രയെ അനുബന്ധിച്ചിട്ടുള്ള എല്ലാവരും മരിക്കപ്പെടുന്നു. അവരുടെ മകള് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൈസ് പേ ചെയ്യേണ്ടി വരുന്നു. ഇതാണ് സംഭവം. അതാണ് അതിൻ്റെ ഒരു റിവഞ്ച് ബേസിൽ കഥ പോവുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ കണ്ടുമുട്ടുന്ന ഇവർ മാത്രം ഒതുങ്ങിത്തീരുന്നതായി കഥ ചുരുങ്ങി പോകുന്നതായിട്ട് എനിക്ക് ഫീലായി. വളരെ മികച്ച ഒരു ട്വിസ്റ്റ്, ടേൺസ് അതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്കൊരു നോർമലായിട്ടൊരു മികച്ച പടം നമുക്ക് തിയേറ്ററിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കണ്ടവരുടെ അഭിപ്രായം ഒന്ന് ചൂടെ ചേർക്കുക. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.